അച്ഛൻ എന്നാ ഈ മിണ്ടാതിരിക്കുന്നേ? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ. ചുമ്മാ തന്നെ ഇടവ് മാറാൻ ഇതന്നെ. ഇടവ് പാപ്പനൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതത്ര നിസ്സാര കാര്യമല്ല. കാര്യം ഇടവക മാറുക എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു ഒപ്പിട്ടാ മതി. പക്ഷേ പുലിമൂട്ടിൽ പോലെ ഒരു കുടുംബം കോമായി പള്ളിക്ക് നഷ്ടപ്പെടുക എന്ന് വെച്ചാ ഇതൊരുമാതിരി പണിയായി. വെറുതെ അച്ഛനെ വിളിച്ചു വരുത്തി അപമാനിക്കും. അതാണ് ശരി. ഇത്രയും കാലം പള്ളിക്ക് ടെണ്ടാക്കി ഉണ്ടാക്കും പറഞ്ഞിട്ട് ഇതൊന്നും ഞങ്ങൾ നാട്ടുകാർ നോക്കിയിരിക്കത്തില്ല. ഇന്നത്തെ മീറ്റിംഗ് പിരിച്ചു വിട്ടിരിക്കുന്നു. പിന്നെ പാപ്പനോട് പോയി പറഞ്ഞേരെ ഇടവക മാറാൻ പറ്റത്തില്ലെന്ന്. ഇടവകക്കാരെ സമ്മതിക്കത്തില്ലെന്ന്. അതെന്നാ വർത്താനം വെച്ചോ പറയുന്നത്? ആ ബേബി നിർത്ത്. ഇതേ പള്ളി പരീക്ഷകളാ. നിനക്ക് എന്നെ മറുത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ ഇതേ ആ മതിലിന് പുറത്ത്. അയ്യാക്കും അത് ബാധകമാ. അതെ നിനക്കൊക്കെ തോന്നിയത് വിളിച്ചു പറയാൻ ചന്തയല്ല, പള്ളി കമ്മിറ്റിയാ. ഇപ്പൊ പാപ്പൻ ഇടവ മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ. അതിന് ജോർജിനെ തന്നെ എത്ര സൂക്കട. നീയൊക്കെ പാപ്പനെ നക്കിയിട്ടുണ്ടെങ്കിൽ നീ മാറണവ. ജോർജ് ചെറ്റത്തരം പറയല്ലേ. നിന്റെ അപ്പൻ കൂനലേപ്പച്ചൻ പാപ്പന്റെ കുസരിക്കാരനായിരുന്നു, അത് മറക്കല്ലേ. ഇടവക മാറാൻ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. അച്ഛൻ സമ്മതിച്ചിട്ട് വാചകം അടിക്കണം. മെമ്പർ എന്ന നിലയിൽ ഞാനൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കും. പാപ്പൻ ചേട്ടൻ ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. തന്റെ ഒരു ആക്ഷൻ കമ്മിറ്റി ഒന്ന് പോടു കൂതറ. ഇവന്മാരൊന്നും ശരിയാവില്ല. ഓ ഇട്ടിപ്പറമ്പന. ആ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു. ആ സ്തുതി ആയിരിക്കട്ടെ അച്ചു. എത്രയൊക്കെ ആണെങ്കിലും മരിക്കാൻ പോകുന്ന ഒരു ആത്മാവിൻ്റെ ആഗ്രഹമല്ലേ അച്ചു വലുത്. ആ ദേവസിപ്പാപ്പൻ്റെ ലെറ്റർ, ഇടവക മാറുന്ന ലെറ്ററേ, അച്ഛൻ ഒപ്പിട്ടിരുന്നെങ്കിൽ ഞാൻ ഒരാളെ വിട്ടും എടുത്തേക്കായിരുന്നു. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അച്ചു? ഞാനങ്ങ് കൊണ്ട് തന്നേക്കാം. ഓ അത് ശരി, അത് മതി, ആയിക്കോട്ടെ. പിന്നെ ഞാനിപ്പോൾ കൊണ്ടുതരാം. ഓരോരോ അച്ഛന്മാരുടെ ഒരു ആഗ്രഹമേ. നല്ലൊരു കുടുംബക്കാരൻ കയ്യിലിരിക്കുന്നത് അങ്ങോട്ട് പിടിക്കുന്നില്ല. മോളെ ആ വെള്ളസാരി വേണ്ട, കറുത്ത സാരി വെച്ചാ മതി. ആഹാ ഇതെന്നാ അമ്മച്ചി, ഇപ്പൊ തന്നെ മുരിക്കലിന് വിടുവാന്നോ? എടാ നാളത്തെ ധ്യാനത്തിന് കാര്യം നീ മറന്നു പോയോടാ. അയ്യോ ഈ തിരക്കനേടാ ഞാനതങ്ങ് വിട്ടു. ഇനിയിപ്പൊ അമ്മച്ചി സിസ്റ്ററമ്മയാണ് ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പാപ്പന്റെ കാര്യം പ്രത്യേകം നോക്കണമെന്നാ പറഞ്ഞത്. എടി പൈലിച്ചേന്റെ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് എത്തും. അന്നാമച്ചേ എന്നിട്ടില്ലേ? പാപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ആക്കാതെ എല്ലാവരും പല വഴിക്ക് പോകുവാന്ന് അന്നമ്മച്ചി പറയുന്നത്. എന്നതാ ഈ പറയുന്നത്? ഞാൻ ഇനി പോകുന്നില്ല. അന്നാമച്ചേ എന്നാ വർത്താനം ഈ പറയുന്നേ? എന്നാ പിന്നെ ഞാനും പോകുന്നില്ല എന്നങ്ങ് വെച്ചു. ഞാൻ ആരോടും പോകണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഒരാളത് അപ്പുറത്ത് പിച്ചുമ്മയും പറഞ്ഞു കിടക്കുക. പാപ്പന് മുരിക്ക പോണോന്ന് എത്ര തവണയായി പറയുന്നു. എഡ്ഡുവിനും കുഞ്ഞുമോളും ഏലമ്മയൊക്കെ എന്തിയേ? അമ്മച്ചി എഡ്ഡുവിനും കുഞ്ഞുമോളും പുന്നപ്പുറ വീട്ടിലേക്ക് പോയി. ഏലമാരി മാധുസിച്ചാന്റെ വീട്ടിലോട്ട്. ആ അതാ പറഞ്ഞത്. ഓരോരുത്തരും അവരവരുടെ കാര്യം നോക്കി പോയി. ദേ കുടുംബക്കല്ലറ പുറത്തിരിപ്പുണ്ട്. നീയൊക്കെ ഇങ്ങനെ തുടങ്ങിയ ആദ്യം എന്നെ ആ മുറ്റത്തിട്ട് നിന്റെ ഒക്കെ കല്ലറ വെച്ച മൂട്. അമ്മച്ചി ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല, വികാരിച്ച സമ്മതിക്കല. കല്ലറ കോന്നായി തന്നെ വേണമെന്ന് ഒറ്റ വാശിയിലാണ് നിപ്പ്. എന്റെ കർത്താവേ, എന്തെല്ലാം പരീക്ഷണങ്ങളാ. വർക്കിച്ചാൽ മരിച്ച പിന്നെയാ പാപ്പന് ഇമാതിരി തോന്നലൊക്കെ തോന്നി തുടങ്ങിയത്. അല്ലടി, അപ്പച്ചനും അമ്മച്ചും മരിച്ചപ്പോ തൊട്ട് ഒരിക്കലേ നമ്മുടെ വീടും പറമ്പ് പോയതില്ല. പാപ്പന് ഒത്തിരി വിഷമമുണ്ട്. അല്ലെങ്കിലും പാപ്പന് ഇപ്പൊ മരിക്കുന്ന കാര്യം പറയാനുള്ളൂ. ഞാൻ മരിക്കാറായില്ലെങ്കിൽ പിന്നെ എന്തിനാടി ഈ കല്ലറ ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നേ? പാപ്പാ ബിഷപ്പിനോട് പറഞ്ഞ് വികാരി അച്ഛനെ സ്ഥലം മാറ്റിയല്ലോ. ദൈവദോഷം പറയാറാ. ഏത് പള്ളിയിൽ ഏതച്ഛൻ ഇരിക്കണമെന്ന് പുതുകൂട്ടുകാരല്ല നിശ്ചയിക്കേണ്ടത്. തിരികെ പോണമെങ്കിൽ നമുക്ക് മുരിക്കല സ്ഥലം കിട്ടണ്ടേ? പാപ്പന് ആ സ്ഥലം തന്നെ വേണ്ടേ? കൈ കാശ് കൂടുമ്പോ അത് കൊടുത്താ എന്തും കിട്ടുമെന്നാകുമ്പോ ആരാടാ സ്വയം മറക്കാത്തത്?
പാപ്പൻ എന്തൊക്കെയായി പറയുന്നത്? മഞ്ഞു കൊള്ളണ്ട, അകത്തു വന്ന് കിടക്ക്. വാ. പോടാ. എന്നെയും കൊണ്ടേ പോവല്ലടാ. ചേടാപാടേ എടാ, ഞാൻ അവിടെ പോയിച്ചും വരുമല്ലയോ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എടാ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ മേരിയിലെടുത്തങ്ങ് അവന്റെ ഒരു മേരി മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ചത്തു കഴിഞ്ഞ് അവന്റെ കുഴിയിൽ പോയി കിടക്കണം, അല്ലാതെ ജീവിച്ചിരിക്കുന്നതിന്റെ പുറകെയല്ല വരേണ്ടത്. കഴുതേ നോക്കാടാ. നിനക്കിത് എന്നാ പറഞ്ഞടാ? അച്ഛൻ എന്നാ പറയാനുള്ളത്? എന്നാ പറഞ്ഞാലും ഏത് ഇടവയിൽ നിൽക്കണമെന്നുള്ളത് ഒരു ആത്മായ എൻ്റെ സ്വാതന്ത്ര്യമാണ്. അച്ഛൻ എന്നാ സംശയമുണ്ടോ? പള്ളി സഭയുടെ കീഴിലാണെങ്കിലും പള്ളി നടത്തിപ്പ് നാട്ടുകാരാ. ഇത്രയും വലിയൊരു കുടുംബം ഈ ഇടവക വിട്ടു പോകുക എന്ന് വെച്ചാൽ നാട്ടുകാർ സഹിക്കുകയല്ല പിതാവേ. അച്ഛൻ എന്നാ വേണ്ട ചെയ്യ്. വരാനുള്ളവർക്ക് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന് പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞാൽ മതി. റബ്ബറിനൊക്കെ ഇങ്ങനെ വില പറയാൻ തുടങ്ങിയാൽ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ. പള്ളിയിലോട്ടൊന്നും ഒരൊറ്റ കുഞ്ഞ് തിരിഞ്ഞു നോക്കത്തുമില്ല, 10 പൈസ ഇട്ടിടത്തുമില്ല. ഏതാച്ചു ഈ നിഷേധി? അറിയില്ലേ? തമ്പുരാൻ ജോണി. പെട്രോളും റിയൽ എസ്റ്റേറ്റും അബ്കാരിയും എല്ലാം ചേർന്നൊരു സാധന. ജോണിയൊന്നും പറഞ്ഞില്ല. പൊന്നു പിതാവേ പൊറുക്കണം. ഞങ്ങൾക്കില്ലയോ സെന്റിമെന്റ്സ്? ഞങ്ങളുടെ അപ്പനും അമ്മയും വൈകുന്നേരം നടക്കാൻ പോകുന്ന ആ സ്ഥലത്തിന്റെ അതിലല്ലയോ? അതുപോലല്ല ജോണി. ഈ ദേവസി പാപ്പനും അപ്പനും അമ്മയും അവരുടെ അപ്പനമ്മയുടെ കാലം കൊണ്ട് ജീവിച്ചു വന്ന് മണ്ണല്ലയോ അത്? അപ്പോ ആ സ്ഥലം തിരികെ കിട്ടണമെന്ന് പാപ്പൻ ആഗ്രഹിച്ചിട്ട് എന്താ തെറ്റ്? ഇവര് നല്ലൊരു കുടുംബക്കാരില്ലയോ? ന്യായമായ വില ഇവര് തരും. ഉള്ള കാര്യം പറയാമല്ലോ പിതാവേ. തമ്പുരാൻ ജോണി ഒരു വില്ല പ്രോജക്റ്റിനുള്ള പരിപാടിയാ. ഇല്ലേ, പഞ്ചായത്തിൽ നിന്നുള്ള കടലാസം കിട്ടിയിട്ടുണ്ട്. പാപ്പഞ്ചേട്ടൻ്റെ വീട്ടുകാർക്ക് വേണേൽ ഒരു 10-15 വില്ല അങ്ങ് വാങ്ങിച്ചോട്ടെന്നേ. കുടുംബമായിട്ട് വന്ന് താമസിക്കാമല്ലോ. തിരുമാനി പറഞ്ഞേച്ചാൽ മതി. അതെ, 10 റേറ്റും കൊടുത്തേക്കാം. ജോണി ഒരു വില പറഞ്ഞാട്ടെ, സ്ഥലം ഞങ്ങൾ എടുത്തോളാന്നേ. ജോണിക്ക് വില്ലയും പണിയണ്ട, ഫ്ലാറ്റും കെട്ടണ്ട, സമയം ലാഭിക്കാലോ. അതൊക്കെയല്ലേ പിതാവ് പൊറുക്കണം. അത് വിൽക്കാൻ താല്പര്യമില്ലെന്നല്ലേ ജോണിച്ചൻ പറഞ്ഞത്? അത് കൂത്ത് വിൽക്കാനല്ലെങ്കിൽ പിന്നെ പുഴുങ്ങാനാണോ തമ്പുരാൻ ജോണി സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുന്നത്? പറയുന്ന എക്രഞ്ഞെന്ന് വെച്ചാൽ മതി. അട്ടക്കച്ചവടത്തിന് തമ്പുരാൻ ജോണി കിട്ടത്തില്ല. ശരി, കച്ചവടവും വിലപേശലും ഒക്കെ അരമണിക്ക് പുറത്ത്. പറഞ്ഞ പോലെ ജോണി അയാളുടെ ആവശ്യം പറയട്ടെ. പാപ്പനെ സ്വീകാര്യമെങ്കിൽ പാപ്പൻ ചെയ്യേ. മൈക്കിളച്ചോ, ഇത് അച്ഛനും ബാസമാണ്. ഇനി ഈ ആവശ്യം പറഞ്ഞ് എന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കരുത്. അച്ഛോ നമസ്കാരം. തിരക്കിട്ട് പോണ്ട, മീറ്റിംഗ് കഴിഞ്ഞോ? അതെന്നാ പരിപാടിയാ കാണിച്ചേ? എന്നിട്ട് എന്നാ പറഞ്ഞ പിരിഞ്ഞേ? ജോണിച്ചൻ തുടങ്ങാതിരിക്കുന്ന ഫ്ലാറ്റിനും വില്ലേക്കും എല്ലാം കൂടി ചേർത്തൊരു വിലയങ്ങ് പറഞ്ഞു. എത്ര പറഞ്ഞേ? 50 കോടി. എന്റെ ദൈവം തമ്പുരാനെ, 5 ഏക്കറിന് 50 കോടി. ജോണി അടഞ്ഞെന്നുണ്ടല്ലേ, അല്ലെ പണ്ട് പള്ളിക്കാര സ്ഥലം മേടിക്കില്ലായിരുന്നു. നമ്മളീ ശരിക്കും ആരെയായിരുന്നു മേരിക്ക് ഇഷ്ടം? ഒന്ന് പോടാ. ഇയാൾക്ക് എന്തുവാ എത്ര വലിയ ദേഷ്യം? കുണ്ടിയല്ല ശുണ്ടി. നീ എന്നാടാ ഒന്ന് സമാധാനമായിട്ട് കെറുവിക്കാതെ ഒന്ന് ആലോചിച്ചേ. എന്നാ നമ്മുടെ മേരിയെ കുറിച്ച് വേറെ എന്നാ? ഞാനേ അവിടെ മേലെ വേറൊരാളെ കണ്ടു. നമ്മുടെ പഴയ റോസലി സിസ്റ്റർ അല്ലേ? എന്നിട്ട് പറയുവാ, മേരി
ഒരു ഡയറി എഴുതാറുണ്ടായിരുന്നു. അതാ കോൺവെന്റിൽ കാണുമെന്ന്. എടാ പോയി, നീ വിചാരിച്ച അത് പൊക്കാൻ പറ്റും? അതെ, നമ്മുടെ ജീവിതം മുഴുവൻ നമ്മളെ അലട്ടിയൊരു പ്രശ്നമല്ലായിരുന്നോ? നീയോ ഞാനോ ആരെയാ അവക്ക് ഇഷ്ടമെന്ന്? ആ ഡയറി വഴി അത് പുറത്തു വന്നാലോ? ഒന്ന് അലിഞ്ഞോ? സാധാരണയായി പുറത്തുനിന്ന് ആരെയും മഠത്തിന്റെ ഉള്ളിലേക്ക് കയറ്റാറില്ല. ഇതിപ്പം ആഗ്നിസമ്മയുടെ ബ്രദറല്ലേ? അത് പോട്ടെ, റോസൽ സിസ്റ്ററിന്റെ പാപ്പൻ എങ്ങനെ അറിയാം? അത് നമ്മുടെ വർക്കിച്ചന്റെ വകയിലൊരു പേരമയായിട്ട് വരും. ദാ ഈ മുറിയിലാ മരിച്ചുപോയവരുടെ പുസ്തകങ്ങളും ഡയറിയും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം കാണൂലല്ലേ? പിന്നെ ആരാ എപ്പോഴാ വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരും ഒക്കെ ആകുന്നെന്ന് അറിയാൻ പറ്റുമോ? അന്നേരം ഇതൊന്നും തിരഞ്ഞാൽ കിട്ടൂല. ആ പാപ്പൻ നോക്ക്, ഞാൻ പണിക്കാരെ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഇതെന്നതാടാ, നീ വരുമ്പോ മാത്രം ഒരു വെളിച്ചവും പുകയും. അതൊക്കെ നിന്റെ തോന്നലടാവേ, പ്രായത്തിന്റെ. ഇയാൾ എന്തുവായി തിരയുന്നേ? ഇരിക്കുന്നു റോസലി സിസ്റ്ററിന്റെ പെട്ടി. അല്ലടാ ദേവസി, അതിപ്പോ ഏത് വർഷമായിട്ട് വരും? നമുക്കന്നൊരു 25-26 വയസ്സ്. നീ കാശ്മീരിലേക്ക് ട്രെയിനിങ്ങിന് പോയ വർഷം. അപ്പോഴല്ലേ നമ്മൾ മേരി അവസാനമായിട്ട് കണ്ടത്? അതിപ്പോ 54. അല്ല 62. പക്ഷെ അത്ര പഴയതൊക്കെ കാണുവാടാ. എത്ര പഴയതാണ് സർ? എത്ര പഴയതാണ്? 1962 പരിപാടി വെച്ചേ. അതും കാട്ടിയേ. ഇതൊരു അത്ഭുത സംഭവമാണല്ലോ. ഈ കുരിശിനൊരു 100 കൊല്ലം പഴക്കം കാണത്തില്ലയോ? എടാ ദേവസിയെ, ഇതെന്റെ പേര്യന്താനത്തെ വീട്ടിൽ കൊണ്ട് വെക്കടാ. മേരിയെ കുറിച്ച് അന്വേഷിക്കാൻ. അത് കറക്റ്റാ. മേരി തോമസ് 1962. ഞാൻ പറഞ്ഞില്ലേ 62 ആണ്. ഇരട്ടവാളിനൊരു പരുവാക്കി വെച്ചിരിക്കുക. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഈ ജന്മത്തിലല്ല, 1000 ജന്മങ്ങൾക്കുമപ്പുറം. ഞാൻ കർത്താവിനോട് നെഞ്ചുരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവൻ എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കരുതേ എന്ന്. ഈ വർഷം മേരി മഠത്തിൽ ചേരാൻ പോകുന്നു കേട്ടു. നല്ല കാര്യം. കെട്ടിക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല അച്ചോ, ഇവിടെ കന്യാസ്ത്രീ ആകണമെന്ന് എന്റെ വലിയ ആഗ്രഹമാണ്. മേരി എന്നതാ പറയുന്നത്? എല്ലാം ചാച്ചന്റെ ഇഷ്ടം പോലെ അച്ഛൻ. കുട്ടിച്ചൻ എന്നെ ആഗ്രഹിച്ചാലും ദൈവവിളി മേരിക്ക് തന്നെ തോന്നട്ടെ. എനിക്ക് വലിയ ഇഷ്ടം ഒരു കന്യാസ്ത്രീ ആവണം.
രണ്ട് കണ്ണുകളോ? നമുക്ക് രണ്ടുപേർക്കും കൂടെ 4 കണ്ണില്ലേ? അതാ പുതിയ 2 കണ്ണുകൾ. അതാ എനിക്ക് മനസ്സിലാവാതെ. ഇനി വേറെ വല്ലവരുടെയും കാര്യമായിരിക്കോ? നീ ഇനി വായിക്കണ്ട. അച്ഛൻ ഇവിടെ ഇല്ല, എവിടെ പോയെന്ന് അറിയില്ല. പാപ്പം പോയിട്ട് പിന്നെ വന്നാ മതി. എന്നതാടാ പറഞ്ഞു പറയിച്ചതിന്റെ ഒരു ചൊവ? അയ്യോ എന്നാ പാപ്പ, ഞാൻ അങ്ങനെ കള്ളം പറയോ? നീ ആ ഉപദേശി കുഞ്ഞച്ചന്റെ മോനല്ലയോടാ? മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ? അതിന് മത്തം കുത്തിയാലല്ലേ? ഇത് പള്ളിമേളയാ. ഇവിടെ കള്ളത്തരവും ദുഷിച്ച വാക്കും പറയരുന്ന. അച്ഛൻ അടുക്കളയിൽ ഒളിച്ചിരുന്നോട്ടെ, നമുക്ക് വേറെ വഴി നോക്കാം. നീ വാടാ. പാപ്പൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. അച്ഛൻ അടുക്കളയിൽ നിന്നല്ലേ പറഞ്ഞത്? അച്ഛനായിരുന്നു. അച്ഛോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എടോ കൂടെ ആരാടൂ? ദേ കണ്ടില്ലേ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ട് പോകുന്നത്? പക്ഷെ പാപ്പൻ ഒറ്റയ്ക്കല്ലച്ചോ, ഇത് അവര് തമ്മിലാ. ചുമ്മാ പേടിപ്പിക്കാതെടൂ. ആരാന്ന് പറ. വർക്കി, പെരിയന്താനം വർക്കി. അയ്യോ, വർക്കി മരിച്ചുപോയതല്ലേ പാപ്പന്റെ സുഹൃത്ത്? എന്നിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. തനിക്ക് കാണാവോ? എനിക്ക് കാണാൻ പറ്റില്ല, പാപ്പന് മാത്രം കാണാം. പാപ്പ ചായനോ? കേറി വാ, ഇരിക്കി. ഞാനേ കൊച്ചമ്മയെ വിളിച്ചിട്ട് വരാമേ. ഓ, ആ ചോറിൽ വർക്കിച്ച് വച്ചിരുന്ന ബർലിൻ കട്ട എന്തിയടി? അയ്യോ, അത് വീണ് പൊട്ടിപ്പോയി. ഞാൻ തൂത്തുവാരിയപ്പോഴേ എല്ലാം കൂടെ അങ്ങോട്ട് വീണു. ആ കല്ലെടുത്തിട്ട് ഞാൻ ആന്തൂര്യത്തിന് അട വെച്ചിട്ടുണ്ട്. അവിടെ ആന്തൂറിയത്തിന്റെ അട